ഹവാല ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കലുകൾ, വിദേശ ബന്ധങ്ങൾ ഒക്കെ നിരന്തരമായ വിദേശ യാത്രകൾക്ക് കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എം എ ഷഹനാസിനെ കുറിച്ചാണ് പറയുന്നത്. എം എ ഷഹനാസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ 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 ഗുരുതരമായ പ്രശ്നങ്ങളാണ് എം എ ഷഹനാസിനെതിരെ ഉയർന്നു വരുന്നത്. രാജ്യദ്രോഹ കുറ്റങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലും നിരന്തരം ഇടപെട്ടിട്ട് മുഴുകി പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളായിട്ട് ഷഹനാസ് മാറുകയാണ്, അല്ലേ? ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ മറ്റൊരു പേര്, യാതൊരു ബന്ധവുമില്ലാത്ത, ഷഹനാസുമായി ബന്ധമില്ലാത്ത ഒരു പേരിലാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രതിപാദിച്ചിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ എം എ ഷഹനാസ് എന്നല്ല പേര് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? മറിച്ച് ഡ്രൈവിംഗ് ലൈസൻസിൽ വന്നിരിക്കുന്നത് മറ്റൊരാളുടെ പേര്, ബാങ്ക് അക്കൗണ്ടിൽ വേറൊരു വ്യക്തിയുടെ പേര്, പാസ്പോർട്ടിൽ എം എ ഷഹനാസ് എന്ന്. അങ്ങനെ തൻ്റെ കൈവശമുള്ള പല ഡോക്യുമെൻറ്റുകളിലും രേഖകളിലും പല പേരുകളിൽ അഡ്രസ്സ് സെയിമാണ്, ഡേറ്റ് ഓഫ് ബർത്ത് സെയിമാണ്, ഫോട്ടോ സെയിമാണ്, പക്ഷേ പേരുകളിൽ നിരന്തരമായ വ്യത്യാസങ്ങൾ. ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് നിരന്തരമായി തുടരെയുള്ള വിദേശയാത്രകൾ നടത്തുന്ന ഷഹനാസിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇത്രമാത്രം പണം ഹവാല ഇടപാടുകൾക്ക് ഉള്ള ഒരു കണ്ണിയാണ്, ഹവാല ഇടപാടിൻ്റെ കണ്ണിയാണ് ഷഹനാസ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് മറ നീക്കിക്കൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഷഹനാസിൻ്റെ പണത്തിനോടുള്ള ആർത്തിയാണ്. പണത്തിനോടുള്ള ആർത്തി, എങ്ങനെയെങ്കിലും നാലാൾ അറിയണം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അതിന് എന്ത് മാർഗവും സ്വീകരിക്കാൻ ഷഹനാസ് തയ്യാറായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷഹനാസ് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിനെ പറ്റിച്ചത് IAS കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ്. ഈ വ്യാജ IAS കിട്ടിയെന്ന് പറഞ്ഞ് പറ്റിച്ചതിലും വലിയ ഗുരുതരമായ ദേശവിരുദ്ധ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഷഹനാസ് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഷഹനാസ് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്, ലൈസൻസിൽ എങ്ങനെയാണ് ഷഹനാസിൻ്റെ ലൈസൻസിൽ എം എ ഷഹനാസ് എന്നതിന് പകരം മറ്റൊരാളുടെ പേര് വെച്ചിട്ടുകൊണ്ട് എങ്ങനെയാണ് ഷഹനാസ്, ഡേറ്റ് ഓഫ് ബർത്ത് സെയിമാണ്, അഡ്രസ്സ് സെയിമാണ്, ഒക്കെ സെയിമാണ്, പക്ഷെ പേര് മാത്രം മറ്റൊരാളുടെ, ഫോട്ടോയും സെയിമാണ്. പാസ്പോർട്ടിലുള്ള ഫോട്ടോ തന്നെയാണ് ലൈസൻസിലുള്ളത്, പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് തന്നെയാണ് ലൈസൻസിലുള്ളത്, പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ലൈസൻസിലുള്ളത്, പക്ഷേ പേര് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വ്യാജരേഖകളെക്കുറിച്ച് അതിൻ്റെ കാരണം ഷഹനാസ് പണത്തിന് പിന്നാലെയാണ്. പണം കിട്ടിയാൽ എന്തും ചെയ്യുമെന്നാണ് ഷഹനാസിൻ്റെ ഒരു ലൈനും എന്ന് പറയുന്നത്. ഈ പണത്തിന് പിന്നാലെ ഷഹനാസ് പായുന്നു, അല്ലെങ്കിൽ ഷഹനാസിൻ്റെ പ്രവർത്തനങ്ങൾ, ഷഹനാസിൻ്റെ വാക്കുകളൊക്കെ പണം 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 എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്ന് ഷഹനാസ് തെളിയിക്കുന്ന ഈ അവസരത്തിൽ ഷഹനാസ് യാതൊരുവിധ ആധികാരികതയുമില്ലാതെ, യാതൊരുവിധ തെളിവുകളുമില്ലാതെ, ഒരു സത്യത്തിൻ്റെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുടെയോ അകമ്പടികളില്ലാതെ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം ചോദ്യമുനയിൽ നിൽക്കുകയാണ്, അല്ലേ? കാരണം ഇത്തരത്തിൽ രാജ്യദ്രോഹ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഷഹനാസിൻ്റെ ആധികാരികത, അതിൻ്റെ ജെന്യൂനിറ്റി ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഉൾപ്പെടുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സത്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുക? പണം വാങ്ങിയിട്ടില്ല, യാതൊരു പ്രലോഭനങ്ങളും ഓഫറുകളും സ്വീകരിക്കാതെയാണ് ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചുകൊണ്ടേയിരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതുമാത്രവുമല്ല, ഷഹനാസിൻ്റെ കയ്യിൽ തെളിവുകളില്ല എന്ന് ഷഹനാസ് തന്നെ പറയുന്നു. എനിക്ക് ഓർമ്മയില്ല എന്ന് ഷഹനാസ് തന്നെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അവിടെ കേട്ടതാണ്, ഞാൻ ഇവിടെ കേട്ടതാണ് എന്ന് ഷഹനാസ് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന ഷഹനാസ് ഇത് പറയുന്നതോടൊപ്പം തന്നെ
പരാതികൾ ഷഹനാസിനില്ല, നിയമ നടപടിക്ക് ഷഹനാസില്ല, ഷഹനാസ് രാജ്യത്തിൻ്റെ ജുഡീഷ്യറിക്ക് മുന്നിലേക്കോ കോടതിക്ക് മുന്നിലേക്കോ വരാൻ തയ്യാറുമല്ല. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? കാരണം അത് എന്തുകൊണ്ട് അത്തരം നടപടികൾക്ക് തയ്യാറാവാതെ വെറും മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരം ആരോപണങ്ങൾ മാത്രം സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കോടതിയിലേക്ക് പോയാൽ ഷഹനാസിന് വ്യക്തമായ ബോധ്യമുണ്ട്. കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിക്ക് ഇപ്പം നമ്മൾ പറയുന്ന ആര് പറയുന്ന കാര്യമോ, ഷഹനാസ് പറയുന്നത് എന്ന് മാത്രമല്ല, ഇനി രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യമാണെങ്കിലും അത് കോടതിക്ക് ബോധ്യപ്പെടണമെങ്കിൽ കോടതിക്ക് അതിന് മെറ്റീരിയൽ എവിഡൻസുകൾ വേണം, അല്ലേ? ഷഹനാസ് പറയുന്ന കാര്യത്തിനല്ല, രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യത്തിനാണെങ്കിലും മെറ്റീരിയൽ എവിഡൻസുകൾ വേണം. അതില്ലാത്തവർക്ക് എപ്പോഴും കോടതിയിലേക്ക് ചെല്ലാൻ, കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഭയമുണ്ടാകും. കാരണം എന്താ? കോടതിയിൽ ഇത് തെളിയിക്കേണ്ടി വരും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തെളിയിക്കേണ്ടി വരും, മെറ്റീരിയൽ എവിഡൻസുകൾ നിരത്തേണ്ടി വരും. അതുകൊണ്ട് കോടതിയിലേക്ക് പോകില്ല. അതുതന്നെയാണ് ഷഹനാസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷഹനാസിന് പിന്നെന്താണ് ഇതിനുള്ള ഉപകാരം? ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക. മാധ്യമങ്ങളിൽ പറയാൻ അവിടെ ഈ പറയുന്ന തെളിവുകൾ വേണ്ട, മാധ്യമങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പ്രത്യേകിച്ചും ഒരു സ്ത്രീയാകുമ്പോൾ സ്ത്രീക്ക് വലിയ പരിഗണനയാണ്, സ്ത്രീ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ കവറേജാണ്, വലിയ എന്താ പറയേണ്ടത്, വലിയ 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 ലൈവാക്കി നിർത്തലാണ്, വലിയ ചർച്ചകളാണ് സ്ത്രീ പറയുന്ന കാര്യങ്ങൾക്ക്. അവിടെ ആധികാരികത വേണ്ട, തെളിവുകൾ വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഷഹനാസിൻ്റെ കാര്യം. അതുകൊണ്ട് ഷഹനാസിന് കിട്ടുന്ന നേട്ടം എന്താ? പണമാണ്. മനസ്സിലായില്ലേ? ഷഹനാസ് ഇത് പണമാണ് കിട്ടുന്നത്, പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഷഹനാസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം പണത്തിന് വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ്, നാലാൾ അറിയാൻ വേണ്ടിയാണ്, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട്ടെ MK മുനീറിൻ്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ MK മുനീറിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒലീവ് പബ്ലിക്കേഷനിലെ ജീവനക്കാരിയായ ഷഹനാസ് എങ്ങനെ മക്ബത്ത് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ സ്ഥാപനത്തിൻ്റെ മേധാവിയായി മാറി, പാർട്ട്ണറായി മാറി എന്നുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഷഹനാസ് എങ്ങനെ എഴുത്തുകാരിയായി എന്നുള്ളതിലും വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഷഹനാസ് ഇത് സ്വന്തം എഴുതിയതാണോ, അതോ അടിച്ചു മാറ്റിയതാണോ, അതോ പബ്ലിക്കേഷനിൽ മക്ബത്തിലേക്ക് വരുന്ന പലരുടെയും കൃതികൾ വെളിച്ചം കാണാതെ പോകുന്നതൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് പുറത്തു വിടുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിന് അത്തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ മക്ബത്തിലേക്ക് വന്ന പല കൃതികളും പല കാരണങ്ങൾ കൊണ്ട് വെളിച്ചം കാണാതെ പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയ പല കൃതികളും എടുത്ത് അത് ക്രോഡീകരിച്ച് തൻ്റെ പേരിൽ പുസ്തകമാക്കി ഇറക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളും ദുബൈയിൽ നിന്ന് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഷഹനാസ് ഏർപ്പെടുന്നത് എന്തിനാ? പണത്തിന് വേണ്ടി മാത്രം. ആ ഷഹനാസ് തന്നെയാണ് പണത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ കോഴിയാണെന്നും പൂവൻകോഴിയാണെന്നും ലൈംഗിക വൈകൃതമാണെന്നും ഒരു അടിസ്ഥാനവുമില്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് പറയുന്നതിന് ഷഹനാസിന് ഇതിങ്ങനെയാണ് പറയുന്നതെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഷഹനാസ് പറഞ്ഞതെന്താ? അവൻ കോഴിയാണ് എന്ന് തനിക്ക് ബോധ്യമായത് 2020 ഈ കോഴിയാണെന്ന് 2020 ബോധ്യമായ വ്യക്തി അത് കഴിഞ്ഞുള്ള കാലയളവുകളിൽ ഇവൻ 2025 വരെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വലിയ അർത്ഥത്തിൽ പല രീതികളിൽ ബന്ധങ്ങൾ തുടരുകയും കാത്തു സൂക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാനിത് പല കാര്യങ്ങളും പല ആവർത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നിന്ന് MLA ആയതുമായി ബന്ധപ്പെട്ടും മക്ബത്തുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധം ഷഹനാസ് 2020 ശേഷവും തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷഹനാസ് പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവിടെയാണ് ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന ഷഹനാസിൻ്റെ വ്യാജ IAS, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, കൃത്രിമത്വം, വ്യാജരേഖ നിർമ്മിക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ, തുടങ്ങിയ ക്രിമിനൽ ആക്ടിവിറ്റികൾ, തുടങ്ങിയ രാജ്യദ്രോഹ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ ചർച്ചയാവുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഷഹനാസ് ഇത്തരത്തിലൊരു ക്രിമിനൽ ആവുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയാണോ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന 3 പരാതികളാണുള്ളത്.
നിലവിൽ ഔദ്യോഗികമായിട്ട് നിയമത്തിന് മുന്നിലുള്ളത്. ഈ 3 പരാതികളിലും കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഇതിൻ്റെ നിയമസാധുത തന്നെ, നിയമ പിൻബലം തന്നെ സംശയത്തിലാണ് എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഷഹനാസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചാണ്. ഷഹനാസ് മാധ്യമങ്ങളിലൂടെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുക, ഷഹനാസ് കോടതിയിൽ പോവാതിരിക്കുക, തുടരെ മാധ്യമ സമ്മേളനങ്ങൾ നടത്തി, വാർത്താ സമ്മേളനങ്ങൾ നടത്തി ആരോപണങ്ങൾ ഇങ്ങനെ കൊഴുപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതിന് പിന്നിൽ ഈ ഷഹനാസ് ക്രിമിനൽ ആക്ടിവിറ്റി, ആൾമാറാട്ടം നടത്തിയതും ഈ പറയുന്ന വ്യാജ IAS ഉൾപ്പെടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയതിനുമൊക്കെ പിന്നിൽ വലിയ ഹവാല ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും ഈ തുടരെയുള്ള വിദേശ യാത്രകൾക്കൊക്കെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ്. ഷഹനാസിന് പലതും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനുള്ള ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഷഹനാസ് നടത്തിയ വാർത്താ സമ്മേളനം. 10-15 മിനിറ്റ് നേരത്തേക്ക് വാർത്താ സമ്മേളനം ദുബൈയിൽ വെച്ച് ഷഹനാസ് നടത്തിയതിന് ഷഹനാസിന് കിട്ടിയിരിക്കുന്നത് 1 ലക്ഷം ദിർഹംസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ 1 ലക്ഷം ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 25 ലാക്കായി. അത്രയും പണം. അപ്പോൾ ഈ പണത്തിന് വേണ്ടി ഇതിപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഷഹനാസിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പണത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മാത്രമാണോ ഷഹനാസിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഷഹനാസിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിന്ന് ഈ 2025 വരെ ഒപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അതിഥിയായി ദുബൈയിലെ പ്രോഗ്രാമിന് ക്ഷണിച്ച ഷഹനാസ് എന്ന് പറഞ്ഞാൽ 2025 വരെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്ന ഷഹനാസ് 2020 അവൻ എനിക്ക് കോഴിയാണെന്ന് മനസ്സിലായി, ഞാൻ അവനെ മാറ്റി നിർത്തി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താ അതിൻ്റെ ലോജിക്ക്? അവിടെയാണ് ഷഹനാസിൻ്റെ ഈ ക്രിമിനൽ ആക്ടിവിറ്റികൾ ചർച്ചയാവുന്നത്. എന്തുകൊണ്ട് ചർച്ചയാവുന്നു? ഷഹനാസ് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഈ ഷഹനാസിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ തെളിവായി മാറുകയാണ്.